കണ്ണീരോടെ വിതച്ചിടാം, ആർപ്പോടെ കൊയ്തിടാം. നായകൻ മുൻപിലുണ്ട്, ധൈര്യമായി പോയിടാം. വളരെ സ്ട്രോങ് ആയിട്ടൊരു വിമർശനം നടക്കുമ്പോൾ യേശു എന്ത് രസകരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഗോസ്പലിൽ യേശു ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയാണ്. അവൻ ഊമനാണ്. പെട്ടെന്ന് തന്നെ അവൻ സംസാരിച്ചു തുടങ്ങിയെന്ന് വചനം പറയുന്നു. തൊട്ടടുത്ത വചനം പറയുന്നതാണ്, കണ്ടുനിന്ന മനുഷ്യരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. അതിനടുത്ത വചനം പറയുന്നത്, കുറച്ചുപേര് പറഞ്ഞു, ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന വചനഭാഗം വളരെ രസകരമാണ്. യേശു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് അവൻ്റെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം അവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. എന്ത് ക്ലാരിറ്റിയോടാണ് കാര്യങ്ങളൊക്കെ പോകുന്നതല്ലേ. യേശു വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. കണ്ടുന്നവർക്ക് അത്ഭുതം തോന്നി. എന്നാൽ മറ്റൊരു കൂട്ടരുടെ ഉണ്ടായിരുന്നു. അവർ വിമർശിച്ചു എന്ന് മാത്രമല്ല, ആ ആക്ടിനെ തന്നെ അവർ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഇവൻ പിശാചിൻ്റെ തലവനെ കൊണ്ടൊക്കെയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ എന്തുമാത്രം യേശുവിന് ഹേർട്ടായി കാണും. പക്ഷേ നമ്മൾ ഗോസ്പൽ വായിക്കുമ്പോൾ യേശുവിന് ഹേർട്ടായ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അവൻ പിന്നീട് അവൻ്റെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടേയിരുന്നു, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ച്. അപ്പോഴും അവനെ മിനിസ്റ്റർ ചെയ്തതെന്ന് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൽ പോലും ഭാവം മാറിയിട്ടില്ല. അതാണല്ലോ ഗോസ്പലിൽ പറയുന്നത്, അവരവരോട് അനുകമ്പ തോന്നിയെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. ഇതാണ് യേശുവിനെ എല്ലായ്പ്പോഴും ഡിഫറൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നില്ലേ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം വിമർശനമാണ് നമ്മൾ കേൾക്കുന്നത്. വലിയ അത്ഭുതം ചെയ്ത പൊന്നു തമ്പുരാൻ പോലും വളരെയധികം വിമർശനം കേട്ടു. നമ്മളിതുപോലെയൊക്കെ തന്നെയാണ്. ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യും, ഓടി നടന്ന ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോഴും നമ്മളിതുപോലെ ഒത്തിരി വിമർശനങ്ങൾ കേൾക്കും. കുറേ പേര് കൊള്ളാമെന്ന് പറയും, അതിനേക്കാളും കുറേ പേര് കൊള്ളില്ല എന്നും പറയും. പക്ഷേ പോയിൻ്റ് ഇതാണ്, ഇത് നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഇതൊന്നും ഹൃദയത്തിൽ പോലും തട്ടാതെ വീണ്ടും കൂടുതൽ ശക്തിയോടെ ഓടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മാർത്ഥത. ക്രിസ്തുവിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നു അവൻ്റെ പിതാവിനോട്. അതുകൊണ്ട് അവൻ്റെ ഓട്ടം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവവും മാറിയില്ല. അനുകമ്പയ്ക്ക് ഒരു കുറവുമുണ്ടായില്ല. നമ്മളും ജീവിതത്തിൽ എന്ത് നന്മയോടെയാണോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓട്ടം നിൽക്കാതിരിക്കട്ടെ. മനുഷ്യർക്ക് പലതും പറയാമല്ലോ, മുകളിലെ തമ്പുരാൻ അറിയാമല്ലോ ഈ ഓട്ടമൊക്കെ എന്തിനാണെന്ന്. ഓട്ടം ഒട്ടും കുറയ്ക്കേണ്ട എന്ന് ഇത് സുവിശേഷം പഠിപ്പിക്കും. വിമർശനങ്ങളൊക്കെ ഇരിക്കട്ടെ, കുറച്ചും കൂടി ഓടാൻ കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കൂടെയുണ്ടെന്നരുളിയവൻ യേശുനാഥൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കൂടെയുണ്ടെന്നരുളിയവൻ യേശുനാഥൻ. എന്നുയിരേ ജീവനേ, എന്നാളും നീ അരികെ. എന്നുയിരേ ജീവനേ, എന്നാളും നീ അരികെ. Go, wash in the pool of Siloam. കണ്ണീരോടെ വിതച്ചിടാം, ആർപ്പോടു കൊയ്തിടാം. നായകൻ മുൻപിലുണ്ട്, ധൈര്യമായി പോയിടാം. കണ്ണീരോടെ വിതച്ചിടാം, ആർപ്പോടെ കൊയ്തിടാം. നായകൻ മുൻപിലുണ്ട്, ധൈര്യമായി പോയിടാം. ഐക്യമായി നിന്നു നാം അണിയണിയായി നിരന്നിടാം.
അവനാ